ഞാൻ കള്ളനല്ല, നീലകണ്ഠനാ. നീ നീലകണ്ഠനല്ല, നീല കള്ളനാ. അയ്യോ, ദേവിയുടെ കാക്കാണല്ല കക്കുന്നത്. കക്കാനല്ല, കടം വാങ്ങാനാ. ഞാൻ ചോദിച്ചു, എടുത്തോളം പറഞ്ഞു. കടം വാങ്ങാൻ ദേവി എന്താ ഫൈനാൻസ് തുടങ്ങിയാടാ അമുക്ക്. ഇത് അമ്പലക്കാരിയാ, അന്യജാതിക്കാരുടെ വേണ്ട കേട്ടോ. പീതാംബരേട്ട, ഇതൊരു വർഗീയതകളായിട്ട് മാറ്റരുത്. ഇത്രയും നാള് നടവര പറഞ്ഞപ്പോ നമ്മൾ വെറുതെ പീതാംബരേട്ടനെ സംശയിച്ചു. ഇപ്പോഴല്ലേ യഥാർത്ഥ ആളെന്നെ മനസ്സിലായത്. അയ്യോ, അങ്ങനെ ഒന്നുമില്ല. ഞാൻ നാട് വിടാൻ കാശില്ലായിട്ട്. അപ്പൊ നീ നാട് വിടാൻ തീരുമാനിച്ചു? അങ്ങനെയാണ് ഞങ്ങളുടെ കട ആര് വിട്ടും. അത് ഞാൻ നാട് വിട്ടു പോയി കാശുണ്ടാക്കിട്ട് തിരിച്ചു എന്നിട്ടെന്തിനാ നമ്മുടെ കാര്യം പോലീസ് തരുവാ. നീ വേണ്ട, നീ നാട്ടുകാർക്ക് കാശ് കൊടുക്കാല്ലേ? ഇല്ലേ ഇല്ലേ, അത് കൊടുത്തു തീരുന്നവരെ നീ പബ്ലിക് പ്രോപ്പർട്ടിയാ എന്ന് പറഞ്ഞാ എന്താ? പൊതുസ്വത്ത്. അതുകൊണ്ട് നീ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. ഇല്ല, പോടില്ല. അതുവരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. കടാരോ, പെട്ടെന്നൊരു തീരുമാനം എടുക്കണമല്ല. നീലകണ്ഠന്റെ കടം ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതിനെ സാമൂഹ്യമായിട്ട് തന്നെ നേരിടണം. ഈ പഞ്ചായത്തിന് മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എല്ലാവരും വിളിച്ചുകൂട്ടി തീരുമാനത്തിലെത്താം. എന്താ? നീലകണ്ഠൻ കാശ് കൊടുക്കാനുള്ളവരുടെ മഹാസമ്മേളനം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നമ്മുടെ നീലകണ്ഠൻ എവിടെ? ആളെ കാണാനില്ല. ഒരു നല്ല കാര്യത്തിന് വരുമ്പോ കള്ളി കൊണ്ടെടുത്തിട്ട് വരിക. വെള്ളം ഉണ്ടായിക്കൂടെ? ചെല്ലി ചെല്ലി. അഖിലാണ്ട മണ്ഡല മണിച്ചുരുക്കി അതിനുള്ളിൽ ആനന്ദം ദീപം കൊളുത്തി പരമാര. മതി മതി, അവിടെയും കടം പറഞ്ഞ പരമാരും അവിടെ ഇല്ലേ? എന്താ വേണ്ടേ? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം. നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പരിചയം കൂടിപ്പോയതുകൊണ്ടാണല്ലോ കടം കൊടുക്കേണ്ടി വന്നത്. അയാളുടെ മേടിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഇടയിൽ കയറി സംസാരിക്കേണ്ട. ഇതൊരു യോഗമാണ്. ആരുടെ യോഗമാണ്? നീലാണ്ടന്റെ യോഗം. അല്ലാണ്ട് ആരുടെ യോഗമാണ്? നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അത് പറ്റില്ല. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ ഒരു ആശംസ പ്രസംഗം. അത് കഴിഞ്ഞിട്ട് മതി കാര്യപരിപാടിയൊക്കെ. എന്താ? നിന്റെ വളിച്ച പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കണത്, കാശ് മേടിക്കാനാണ്. അത് പറയാം. വേണ്ട, തർക്കം വേണ്ട. ഇനി ഈ യോഗത്തിൽ പ്രസംഗമില്ല. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കടം വാങ്ങിയ നീലകണ്ഠന് കണക്കറിയില്ല. പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും. കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ ഏൽപ്പിക്കുക. പീതാംബര, ഇവരെ കണക്ക് മേടിക്ക്. രാവുണ്ണി മുതലാളി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ. വളരെ കൃത്യമായി സത്യസന്ധമായി നീലാണ്ട കടം എല്ലാവരും പടപടയെന്ന് പറഞ്ഞ് വേണം കേട്ടോ. പീതാംബരേട്ട, എന്താ കണക്ക്? 500 രൂപ. വേണ്ട കേട്ടോ. എന്റെ കണക്ക് 600. 4370. ജോസൂട്ടി എത്ര? പാല് കുടിച്ചിട്ട് നന്നായില്ലോടാ നീ. മൊയ്തൂര് എത്ര? 678. പലിശ ഉൾപ്പെടെ 78 രൂപയോ? പലിശ ഉൾപ്പെടെ 650. ഈ നമ്പർ 23 രൂപ 50 പൈസ. പീതാംബര, കണക്ക് റെഡിയായില്ലേ? റെഡിയാ മുതലാളി. ഇനി ആർക്കൊന്നും ബാക്കിയില്ലല്ലോ. മുതലാളി, ഈ കണക്ക് എന്നെ ഇവിടെ പിടിച്ചു കയറ്റി. തോട്ടുങ്കര നിവാസികളെ, നിങ്ങളേവരും കാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപം കൊണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ അറിവിനായി ഞാനിത് വായിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ചെന്നെ പ്രോത്സാഹിപ്പിക്കണം. പലചരക്ക് സത്യവാൻ 3000 രൂപ, വെടി വഴിപാട് 46 രൂപ, റേഷൻ കട കുമാരൻ 110 രൂപ 75 പൈസ, ചെത്തുകാരൻ സഖാവ് കണാരൻ 4250 രൂപ, മൊയ്തു മീൻ 68 രൂപ. മൊയ്തു മീൻ അല്ല, മൊയ്തു മീൻ. മൊയ്തു മീൻ. അപ്പൊ ഒരു കോമിട്ടുള്ളൂ. മൊയ്തു മീൻ 68 രൂപ, വാസു കള്ള് 175 രൂപ, പത്മാവതി പാല് 80. പത്മാവതി പാലല്ല, പത്മാവതി പാല്. അപ്പ ആ കോമെടുത്ത് ഇവിടെ വെച്ചൂടെ. പത്മാവതി പാല് 86 രൂപ, ബാർബർ നാണു 1750. തലേന്നല്ലേ. അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക 1,37,433 രൂപ 50 പൈസ. ഇത്രയും വലിയ തുക ഇത് ആര് കൊടുക്കും? നീ കൊടുക്കും.
ഇവിടെ കൂടി നിന്നാൽ ആ പാവം ചത്തുപോകും. നീലാണ്ടൻ അവിടെ പോയി പറന്നുപോയോ? മോനെ കേശവ, ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ്. ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യാ കളി. നീ എന്റെ കൂടെ നിൽക്കണം. ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്കള്ള് വാങ്ങിച്ചു തരും. നീ അതോട് ചലമ്പൊന്നുണ്ടാക്കാൻ നിൽക്കരുത്. കളി ആരംഭിക്കാം. നീ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്? അതെ, എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത്. കടം മേടിച്ച കാശ് മടക്കി കൊടുത്തിട്ട് വർത്താനം പറ. മടക്കി കൊടുക്കാതെ ഞാൻ വർത്താനം പറയുള്ളൂ. നീ ഈ കയറി കൊടുത്തിട്ട് എന്ത് കാണിക്കാൻ പോവാ? ഞാൻ കയറെ കൊടുത്തിട്ട് ഊഞ്ഞാലാടാ പോവുക. കയറെ കൊടുത്തിട്ട് അറിയില്ലേ തൂങ്ങിച്ചാവാൻ പോവാണെന്ന്? എടാ, പോലീസിന് ഫയർഫോഴ്സിന് ആള് പോയിട്ടുണ്ട്. അവര് വന്ന നീ അകത്താവണോ? ഞാനല്ല, നിങ്ങളാ. ഇത് കണ്ടോ ആത്മഹത്യാക്കുറിപ്പ്? എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ള എന്റെ ആത്മഹത്യാക്കുറിപ്പ്. എടാ, നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം. ഒരു പരിഹാരം കണ്ടോ? മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കുന്നു. അത് എനിക്കിട്ട് തള്ളാനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എടാ, നീ ഇറങ്ങി വാടാ. ഇല്ല, ഞാൻ ചാകാൻ തന്നെ തീരുമാനിച്ചു. അയ്യോ എടാ നീലാണ്ടാ, നീ എന്താ കാണിക്കുന്നത്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും ഒന്ന് പിടിക്കേ. കഴിച്ചോ? ശരിക്കും കഴിച്ചോ? ഈ ഓറഞ്ച് കൂടെ കഴിക്കും. നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. പഠിക്കാൻ പറയാതെ ഇച്ചിരി ബൈകാണെങ്കിൽ ഇപ്പോഴെങ്കിലും അറിഞ്ഞ നന്നായി അല്ലേ? അല്ല, നമുക്ക് എവന്റെ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട. വീട്ടിൽ അറിയിക്കണ്ട. എന്താ? വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തള്ളയുടെ തെറിയും കേൾക്കേണ്ടി വരും. ഓ മോനെ നീലാണ്ട, ദേ ആപ്പിളം കഴിച്ച് തടിഞ്ഞു പോരട്ടെ. ഇതാ കഴിച്ചു. നീലാണ്ട, അരയില് കുപ്പി ഇരിപ്പുണ്ട്, ഒരെണ്ണം ഒഴിക്കട്ടെ. ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ. അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരമായിരിക്കും. എല്ലാവർക്കും വേണ്ടേ സേവിക്കാൻ ഒരു അവസരം? ഓ, എന്താടാ കുട്ട നീ കരയണേ? ഇവരുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോ സഹിക്കാൻ പറ്റണ മുതലാളി. നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്, അറിയില്ലേ? അതെന്തിനാ? മരത്തിന്ന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ? അയ്യോ, ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങോട്ട് എഴുതി തള്ളാം. എഴുതി തള്ളാനോ? താമര തന്നെ അങ്ങോട്ട് എഴുതി തള്ളിക്കോ. എനിക്ക് എന്റെ കാശ് കിട്ടണം. ആരൊക്കെ എന്തൊക്കെ ഈ തല്ലിയാലും നമുക്ക് നമ്മുടെ മീന്റെ കായ് കിട്ടണം. എനിക്ക് എന്റെ കള്ളിന്റെ കാശ് കിട്ടണം. എന്റെ ഭഗവതി, ഇതെന്തൊരു പരിമായം! എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹം ഇല്ലാണ്ടായത്. എടാ മോനെ, ഇതാടാ ജീവിതം. എനിക്ക് ജീവിക്കണ്ട മുതലാളി, ഇത്തിരി വിഷം മേടിച്ചു താ. വിഷ? എടാ കാണാരാ, അവൻ പറയണത് കേട്ടില്ലേ? ഞങ്ങളുടെ കാശാരി തരും. ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ കടപ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റും. ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുള്ളൂ. എന്നാ വഴിയാ? ഗുസ്തി മത്സരം, വമ്പിച്ച ഗുസ്തി മത്സരം, ക്ഷേത്ര മൈതാനിയിൽ വമ്പിച്ച ഗുസ്തി മത്സരം. പ്രിയമുള്ളവരെ, തൊട്ടുംകരയുടെ കണ്ണിലുണ്ണിയായ പൊന്നോമന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ. എന്താ ഈ പാതിരാത്രിയില്? പെരുത്ത് നാളായി നമ്മുടെ ഗൾബിന്റെ അകത്ത് ഒരു ആഗ്രഹം. എന്ത്? അല്ല, ദമയന്തിന്റെ കൂടെ ഒച്ച വെച്ച് ആളെ കൂട്ടി ഹലാക്കാക്കി നമ്മുടെ മാനം കളയരുത്. മാനം പോകണ്ടെങ്കിൽ നീ എന്താ ഇവിടെ? അല്ലാതെ പിന്നെ ഞമ്മ മീന്റെ കായെന്ന് വന്ന നീന്റെ കാശ് പൗരാച്ചാടം മീൻ കച്ചവടം. ഞമ്മ ദമയന്തിക്ക് നിന്റെ സൂക്കറിക്ക് മനസ്സിലായി. മേലാലി വഴിക്ക് കണ്ട നിന്റെ കാലിയെ തല്ലി പോടാ പോടാ ഇവിടുന്ന്. കൊടുക്കാറില്ലേ ചേട്ടാ? നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്. ഞാൻ അങ്ങനത്തെ തോന്നുന്നുണ്ടോ കാണാനായിട്ടിന്? എനിക്ക് അങ്ങനെ വലിയ വിശ്വാസക്കുറവൊന്നും ഇല്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. കാണാനായിട്ട് ഇങ്ങനെ പോവണ്ട. പോകാനല്ലല്ലോ ഞാൻ വന്നത്.